ദുബായിലെ മെട്രോ ടണലുകളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ച റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി മനുഷ്യാധ്വാനം കുറയ്ക്കുന്നതിനായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ടണലുകളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലൂടെ സമയം 60% വരെ കുറയ്ക്കാനും സുരക്ഷയിലും പ്രവർത്തന കാര്യക്ഷമതയിലും കാര്യമായ വർധനവ് വരുത്താനാവുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. മെട്രോ ഓപ്പറേറ്റർമാരായ കിയോലിസ് MHAയുമായി കൈകോർത്ത് നടപ്പിലാക്കുന്ന പദ്ധതി മെട്രോയുടെ പ്രവർത്തനങ്ങളുടെ ഡിജിറ്റൽ പരിവർത്തനത്തിലെ പ്രധാന ചുവടുവയ്പ് അടയാളപ്പെടുത്തുന്നതാകും. ടണലുകളിൽ എത്തിപ്പെടാൻ പ്രയാസമുള്ള മേഖലകളിലെല്ലാം ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന നടത്താനാവും. നിലവിലെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് തൊഴിലാളികളെ പ്രവേശിപ്പിക്കാൻ സങ്കീർണമായ ആസൂത്രണം ആവശ്യമായിരുന്നു. അതേസമയം ടണലുകളുടെ അതിവിപുലമായ ഉൾക്കാഴ്ചയും ഉയർന്ന റെസല്യൂഷനിലുള്ള ഫോട്ടോകളും ഡ്രോണുകൾ ഉപയോഗിച്ച് പകർത്താനാവും. ഇതുപയോഗിച്ച് ടണലുകളുടെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് എഞ്ചിനീയർമാർക്ക് കൂടുതൽ വിശദവും കൃത്യമായ വിലയിരുത്തൽ നടത്താൻ സാധിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. തൊഴിലാളികളുടെ അപകട സാധ്യതകളെക്കുറിച്ച് കൂടുതൽ കാര്യക്ഷമമായ പരിശോധനയ്ക്ക് ഡ്രോണുകൾ ഉപയോഗിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ മാസത്തിന്റെ തുടക്കത്തിൽ ട്രാഫിക് സിഗ്നലുകൾ വൃത്തിയാക്കാൻ ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തുമെന്ന് RTA പ്രഖ്യാപിച്ചിരുന്നു. ജനം, ദുബായ്.